ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. 4ാം ക്ലാസ്സിലെ മനോഹരമായ ഒരു പാഠമാണ് ഞാവൽക്കാട്. കാടുകൾ ഇല്ലാതാക്കുക, പാടങ്ങൾ നികത്തുക, കുന്നുകൾ നിരത്തുക തുടങ്ങി പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് ഞാവൽക്കാട്. ഞാവൽക്കാട് എന്ന പാഠത്തിൽ നിരവധി പക്ഷികളെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. അവയെ ഓരോന്നും നമുക്കൊന്ന് പരിചയപ്പെടാം. കാലംകോഴി, വവ്വാൽ, നത്ത്, കഴുകൻ, ഗരുഡൻ, മരംകൊത്തി, കുയിൽ, മൂങ്ങ എന്നിങ്ങനെ നിരവധി പക്ഷികളെ നാം ഞാവൽക്കാട് എന്ന പാഠത്തിൽ പരിചയപ്പെട്ടു. ഓരോ പക്ഷികളെയും കുറിച്ച് അറിയണ്ടേ? അപ്പോൾ ടീച്ചർ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. കാലൻകോഴി മൂങ്ങയുടെ വർഗത്തിൽപ്പെട്ട പക്ഷിയാണ് കാലൻകോഴി. മുഖത്തിന് ഇരുഭാഗത്തും കറുത്ത വരകളുണ്ട്. ശരീരത്തിന് ഇളം തവിട്ടു നിറമാണ്. കണ്ണുകൾക്കും തവിട്ടു നിറം. കാലുകൾ തൂവൽ കൊണ്ട് മൂടിയിരിക്കും. മുഖ്യ ഭക്ഷണം എലിയാണ്. വവ്വാൽ പ്രസവിച്ച് മുലയൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുകയും പക്ഷികളെ പോലെ പറക്കുകയും ചെയ്യുന്നു. രാത്രിയിലാണ് സഞ്ചാരം. ശരീരത്തിൽ തൂവലുകളില്ല. നേരിയ തോൽ മാത്രമാണ് വവ്വാലിന്റെ ചിറക്. കുടക്കമ്പികളിൽ തുണി പിടിപ്പിച്ചതുപോലെ ചർമ്മം കൈവിരലുകളിലും കാലിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നത്ത്. മൂങ്ങ വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് നത്ത്. മിക്കതിനും ഒരു ചെറിയ പക്ഷിയോളം മാത്രമേ വലിപ്പമുണ്ടാകൂ. പരന്നതും വട്ടത്തിലുള്ളതുമാണ് ഇവയുടെ മുഖം. വലിപ്പമേറിയ കണ്ണുകളാണ് ഇവയുടേത്. രാത്രിയിലാണ് സഞ്ചാരം. കഴുകൻ കഷണ്ടിത്തലയും കൂറ്റൻ ചിറകുകളും കൂനിയിരിക്കുന്ന സ്വഭാവവുമുള്ള പക്ഷിയാണ് കഴുകൻ. ചുട്ടിക്കഴുകൻ, തോട്ടിക്കഴുകൻ എന്നിങ്ങനെ പലതരം കഴുകന്മാരുണ്ട്. പല സ്ഥലങ്ങളിലും പകൽ സമയത്ത് ആകാശത്തേക്ക് നോക്കിയാൽ വട്ടമിട്ടു പറക്കുന്ന കഴുകന്മാരെ മുൻപൊക്കെ കാണാമായിരുന്നു. പക്ഷേ ഇന്നവ അപൂർവമാണ് കേട്ടോ. ഗരുഡൻ ഹിന്ദു, ബുദ്ധ ഐതിഹ്യങ്ങളിലുള്ള ഒരു പക്ഷിയാണ് ഗരുഡൻ. ഹൈന്ദവ പുരാണങ്ങളിൽ പക്ഷികളുടെ രാജാവായാണ് ഗരുഡനെ കണക്കാക്കിയിട്ടുള്ളത്. ഗരുഡനെ ചിത്രീകരിക്കുന്നത് അത്തരത്തിലാണ്. മഹാവിഷ്ണുവിന്റെ വാഹനം ഗരുഡനാണ്. കൃഷ്ണപ്പരുന്തിനെ ഗരുഡന്റെ ഒരു രൂപമായി കണക്കാക്കാറുണ്ട്. കൃഷ്ണപ്പരുന്ത്, ചക്കിപ്പരുന്ത് എന്നിങ്ങനെ 2 ഇനം പരുന്തുകളുണ്ട്. ചിറകടിക്കാതെ ആകാശത്ത് പാറിപ്പറക്കാൻ ഇവയ്ക്ക് പ്രത്യേകമായ കഴിവുണ്ട്. മൂങ്ങ തടിച്ച തല, ഉരുണ്ട കണ്ണ്, ചെറിയ വാൽ, പരന്ന മുഖം, കട്ടിയുള്ള വളഞ്ഞ കൊക്ക്, ഇതൊക്കെ മൂങ്ങകളുടെ പ്രത്യേകതകളാണ്. പകൽ വിശ്രമിക്കുകയും രാത്രി ഇര തേടുകയുമാണ് ഇവയുടെ രീതി. ഇനി മരംകൊത്തി. മരത്തടിയിൽ കൊക്കുകൊണ്ട് തുരുതുരെ കൊത്തി ശബ്ദമുണ്ടാക്കുന്നത് കൊണ്ടാണ് ഇവയെ മരംകൊത്തി എന്ന് വിളിക്കുന്നത്. മരത്തിൽ ബലമായി പിടിച്ചിരിക്കുന്നതിന് മൂർച്ചയുള്ള നഖങ്ങൾ സഹായിക്കുന്നു. വാലിലെ കൂർത്തതും പരുക്കനുമായ തൂവലുകൾ മരത്തിൽ ഇരിക്കുന്നതിന് കൂടുതൽ ഉറപ്പും നൽകുന്നു. ഉറുമ്പുകളാണ് ഇവയുടെ ഇഷ്ടഭക്ഷണം. കുയിൽ കൂടുകെട്ടുവാനും അടയിരിക്കുവാനും കുഞ്ഞുങ്ങളെ പോറ്റുവാനും കഴിവില്ലാത്തതുകൊണ്ട് മുട്ടയിടാറാകുമ്പോൾ ഇവ കാക്കക്കൂട്ടിലാണ് മുട്ടയിടുന്നത്. കാക്കക്കുഞ്ഞുങ്ങളുടെ കൂടെ കുയിൽ കുഞ്ഞും വളരും. ആൺകുയിലിന് കറുത്ത നിറവും പെൺകുയിലിന് തവിട്ടു നിറവുമാണ്. പെൺകുയിലിന്റെ ദേഹത്ത് വെള്ളപ്പുള്ളികളുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഞാവൽക്കാട്ടിലെ പക്ഷികളെ പരിചയപ്പെട്ടു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും.